Hi friends, welcome to English Mithra. ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളല്ലത്, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളാണെന്ന് പഠിപ്പിച്ച് തരാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഒറ്റ വാക്കുകളല്ലേ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കം, ഗോ, ഡ്രിങ്ക് അങ്ങനത്തെ വാക്കുകളാണ്. ഇന്ന് പക്ഷെ പഠിക്കാൻ പോകുന്നത് രണ്ട് ഡിഫറെൻറ്റ് വാക്കുകൾ ചേർന്ന് വരുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു വേർബ്, അതുപോലെ തന്നെ ഒരു പ്രപ്പോസിഷൻ, ഇതിനെ രണ്ടിനെയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടും. അങ്ങനത്തെ വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ടെക്നിക്കൽ ടേംസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇത് ഫ്രേസൽ വേർബ് ആണോ അല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ആ വാക്കുകളും അതിൻ്റെ യൂസേജും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കാണുന്നതെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇംഗ്ലീഷ് റിലേറ്റഡ് കോണ്ടൻറ്റ് വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, പക്ഷേ സംസാരിക്കാൻ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൗൺസിലറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുക. ഒരു ഡീറ്റെയിൽസ് എല്ലാം തരും. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് ഓക്കെ ആണ്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന വാക്കാണ് ആസ്ക് ഫോർ. ആസ്ക് ഫോർ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപേക്ഷിക്കുക, എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ ആസ്ക് ഫോർ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ എംപ്ലോയീസ് ആസ്ക്ഡ് ഫോർ എ റേസ്. എന്ന് വെച്ചാൽ തൊഴിലാളികൾ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചു. അപ്പോൾ ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിച്ചു അല്ലെങ്കിൽ ചോദിച്ചു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ആസ്ക് ഫോർ എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആസ്ക് ഫോർ. അപ്പം എന്തെങ്കിലും അപേക്ഷിച്ചു എന്ന് തന്നെ വേണ്ട, എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചോദിച്ചു എന്നുള്ള അർത്ഥത്തിലും ആസ്ക് ഫോർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹി ആസ്ക്ഡ് ഫോർ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അവനൊരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് ചോദിച്ചു, അങ്ങനെ പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആസ്ക്ഡ് ഫോർ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂസേജ് മനസ്സിലായല്ലോ. ഇനി അടുത്ത വാക്കാണ് ബാക്ക് ഡൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ആർഗ്യുമെൻറ്റ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ആ തർക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വാഗ്വാദത്തിൽ നിന്ന്, ആ ഒരു വഴക്കിൽ നിന്ന് നമ്മൾ പിന്മാറി. അങ്ങനെ പിന്മാറുന്നതാണ് നമ്മൾ ബാക്ക് ഡൗൺ എന്ന് പറയുന്നത്. ബാക്ക് ഡൗൺ എന്ന് വെച്ചാൽ പിന്മാറുക എന്നുള്ള അർത്ഥമാണ്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യം ഇതാണ്. ഏതെങ്കിലും ഒരു തർക്കത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബാക്ക് ഡൗൺ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ബാക്ക് ഡൗൺ ഫ്രം ദ ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ ഹി ബാക്ക് ഡൗൺ ഇൻ ദ ആർഗ്യുമെൻറ്റ്. അവൻ ആ ആർഗ്യുമെൻറ്റിൽ നിന്ന്, ആ വഴക്കിൽ നിന്ന്, വാഗ്വാദത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹി ബാക്ക് ഡൗൺ ഫ്രം ദ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു വഴക്കിൽ നിന്ന് വെറുതെ പിന്മാറുക എന്നുള്ളതിനേക്കാളും എന്തെങ്കിലും ഒരു വഴക്കിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പിന്മാറുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും ബാക്ക് ഡൗൺ യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് പിന്മാറുക എന്ന് പറയുമ്പോഴും നമുക്ക് ബാക്ക് ഡൗൺ യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറക്റ്റായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബാക്ക് അപ്പ് എന്നുള്ളത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു വാക്കാണ് അല്ലേ, പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ശരിക്കുള്ള അർത്ഥം എന്താണ്? പല അർത്ഥങ്ങളും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അർത്ഥം എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, പിന്തുണയ്ക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ നമ്മൾ പിന്തുണയ്ക്കുന്നതിനെയാണ് നമ്മൾ ബാക്കപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ബാക്ക്ഡ് മീ അപ്പ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് പറയുന്നത്, അവൻ എന്നെ പിന്തുണച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ, ഏതെങ്കിലും ഒരു വാദത്തിനെ, ഇപ്പോൾ അവൻ പറഞ്ഞതിനെ ഞാൻ പിന്തുണയ്ക്കുന്നു, ഐ ബാക്കപ്പ് വാട്ട് ഹി സേ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ നമ്മൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്, ബാക്കപ്പ്. പിന്നെ അത് അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ
കമ്പ്യൂട്ടറിലുള്ള നമ്മളുടെ ഡേറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്ത് വെക്കും അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ നമ്മളൊരു കോപ്പിയും കൂടി ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്ത് വെക്കും. അതിനെയാണ് അതിനെ നമ്മൾ ബാക്കപ്പ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി ഒരു ഒറിജിനൽ വീഡിയോ ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബാക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലൊക്കെ നമ്മൾ ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കി മാറ്റി വയ്ക്കുന്നതിനാണ് നമ്മൾ ബാക്കപ്പ് എന്ന് അതിനെയും പറയും. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ വാക്ക് ബീറ്റപ്പ്. ബീറ്റപ്പ് എന്ന് പറയുന്നത് ഒത്തിരി അർത്ഥമുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അർത്ഥം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ചില സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങ് നാശമാക്കും അല്ലേ. ഉപയോഗിച്ച് നാശമാക്കും. ചില ഡ്രസ്സുകളുണ്ട്, നമ്മൾ ആ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അത് നരച്ച് ചില വക്കൊക്കെ കീറി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരെ നമ്മൾ ചില ഡ്രസ്സുകളിടും. അതുപോലെ തന്നെ വണ്ടികൾ നമ്മൾ ഉപയോഗിച്ച് എന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി ഇറക്കുമായിരിക്കും. ഒരു തരത്തിൽ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്നാൽ നമ്മളത് ഉപയോഗിക്കും. അങ്ങനത്തെ അവസ്ഥയിൽ അങ്ങനത്തെ വസ്തുക്കളെയാണ് നമ്മൾ ബീറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് The car looked so beat up. എന്ന് വെച്ചാൽ ആ കാറ് കണ്ടാലേ അറിയാം നാശമായിട്ട് കിടക്കുകയാണ്. അതായത് ഉപയോഗിച്ച് നാശമായിട്ട് കിടക്കുകയാണ്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ബീറ്റപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഉപയോഗിച്ച് പഴഞ്ചനാക്കി അല്ലെങ്കിൽ ഉപയോഗിച്ച് നശിച്ചു പോയി അല്ലെങ്കിൽ നശിച്ചിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ബീറ്റപ്പ് എന്ന ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. അടുത്ത വാക്കാണ് ബൈറ്റ് ഓഫ്. ബൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടാൽ തോന്നും കടിച്ചെടുക്കുക എന്നാണെന്ന്. അങ്ങനെ അർത്ഥമുണ്ട്. എന്തെങ്കിലും ഒരു സാധനത്തിലൊരു പീസ് നമ്മൾ കടിച്ചെടുക്കുന്നതിന് നമുക്ക് ബൈറ്റ് ഓഫ് എന്ന് പറയാം. പക്ഷേ ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഈ കോഫി മഗ്, ഓക്കെ, ഈ കോഫി മഗ് നമ്മുടെ കമ്പനിയുടെയാണ്. അപ്പോൾ ഇത് എക്സാക്ട്ലി കോപ്പി ചെയ്ത് വേറൊരു സാധനം ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത ഒരാൾ എക്സാക്റ്റ് കോപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ബൈറ്റ് ഓഫ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഇങ്ങനെ പറയുന്നതാണ്, ചൈന എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും നമ്മൾ പറയും അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെയെന്ന് പറയുമ്പോൾ ചൈന ശരിക്കും എന്താണ്, ബൈറ്റ് ഓഫ് ചെയ്യാണ് മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ് ചൈന. അപ്പോൾ നമുക്കതിന് ഇങ്ങനെ പറയാം, ചൈന ഈസ് നോൺ ഫോർ ബൈറ്റിംഗ് ഓഫ് അതർ കൺട്രീസ് പ്രോഡക്ട്സ്. എന്ന് വെച്ചാൽ എന്താ, ചൈന അറിയപ്പെടുന്നത് മറ്റുള്ള രാജ്യത്തെ പ്രോഡക്റ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു നമ്മളിപ്പോൾ ഉണ്ടാക്കി അതിൽ യാതൊരു വിധ ബന്ധമില്ലാത്ത മറ്റൊരാൾ അതേ വസ്തുവിനെ കോപ്പി അടിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ബൈറ്റ് ഓഫ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ടിക്ടോക്കിലൊക്കെ റീൽസൊക്കെ കാണാറില്ലേ. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു ഡാൻസ് ക്രിയേറ്റ് ചെയ്യും, ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്, അത് കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി ബൈറ്റ് ഓഫ് ആണ് അല്ലേ. ആ ഒരാൾ ഉണ്ടാക്കിയ ഡാൻസിനെ കോപ്പി അടിച്ചാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ബൈറ്റ് ഓഫ് എന്ന് പറയാം, ചെറിയ രീതിയിലൊരു ബൈറ്റ് ഓഫ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ബ്ലോ അപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നതിന് നമുക്ക് ബ്ലോ അപ്പ് എന്ന് പറയാം. ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നതല്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതിനാണ് നമ്മൾ ബ്ലോ അപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, ഷീ ജസ്റ്റ് ബ്ലൂ അപ്പ് ഫോർ നോ റീസൺ. ഇവിടെ ബ്ലൂ അപ്പ് എന്ന് പറയുന്നത് ബ്ലോ അപ്പിൻ്റെ എന്താണ്, പാസ്റ്റ് ഫോമാണ് ബ്ലൂ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ജസ്റ്റ് ബ്ലൂ അപ്പ് ഫോർ നോ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കാരണമില്ലാതെ എന്ത് ചെയ്തു, അവൾ ദേഷ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ഒരു കാരണമില്ലാതെ അവൾ ദേഷ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു കാരണമില്ലാതല്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലൂ അപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളെന്ത് ബ്ലൂ അപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, അതാണ് കൃത്യമായിട്ടുള്ള വേർഡ്. പൊട്ടിത്തെറിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ബ്ലൂ അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്രിങ് ഓവർ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് അറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ബ്രിങ് ഓവർ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കോഫി പൗഡർ ഉണ്ട്, അത് ഞാൻ ഓഫീസിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ക്യാൻ യു ബ്രിങ് ഓവർ ദ കോഫി പൗഡർ എന്ന് പറയും. അതായത് നിൻ്റെ വീട്ടിൽ നിന്ന് നിനക്കത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഐ ബ്രോട്ട് ഓവർ ദ കോഫി പൗഡർ എന്ന് പറയും, ഞാനത് കൊണ്ടുവന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബ്രിങ് ഓവർ എന്ന ഫ്രേസൽ വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്രിങ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, പക്ഷേ ബ്രിങ് ഓവർ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ വിൽ ബ്രിങ് ഓവർ മൈ ഗിറ്റാർ.
ഐ വിൽ ബ്രിങ് ഓവർ മൈ ഗിറ്റാർ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗിറ്റാർ കൊണ്ടുവരാം. ആ ഗിറ്റാർ വേറൊരു സ്ഥലത്താണ്, ആ സ്ഥലത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള അർത്ഥത്തിലാണ് ഐ വിൽ ബ്രിങ് ഓവർ മൈ ഗിറ്റാർ എന്ന് പറഞ്ഞത്. ബ്രിങ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സാധനത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ബം ഇൻ ടു. ബം ഇൻ ടു എന്ന് വെച്ചാൽ യാദൃശികമായിട്ട് നമ്മൾ ഒരാളെ കാണുക. ഓക്കെ, നമ്മളുടെ ഒരു പരിചയത്തിലുള്ള ഒരാളായിരിക്കും നമുക്ക് എപ്പോഴും പറ്റുന്നത് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാമെന്ന് വിചാരിക്കുക. അതിന് ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് ഐ ബംപ്ഡ് ഇൻ ടു മൈ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ യാദൃശികമായിട്ട് ആ ആളെ കാണുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഐ ബംപ്ഡ് ഇൻ ടു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ യാദൃശികമായിട്ട് എൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയെ കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിവിടെ ബംപ്ഡ് ഇൻ ടു എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യാദൃശികമായിട്ട് ആരെങ്കിലും കണ്ടു എന്നുള്ളതിന് ബംപ്ഡ് ഇൻ ടു അല്ലെങ്കിൽ ബംപ് ഇൻ ടു എന്നുള്ളത് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് ബട്ട് ഇൻ. ബട്ട് ഇൻ അതായത് ആരെങ്കിലും കുറച്ച് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നതിനാണ് നമ്മൾ ബട്ട് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ ഇറ്റ്സ് നോട്ട് ഗുഡ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്രോപ്പർ ടു ബട്ട് ഇൻ അതർ പീപ്പിൾസ് കോൺവെർസേഷൻ എന്ന് നമ്മൾ പറയും. ഇറ്റ്സ് നോട്ട് പ്രോപ്പർ ടു ബട്ട് ഇൻ അതർ പീപ്പിൾസ് കോൺവെർസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് നോട്ട് പ്രോപ്പർ എന്ന് പറയുന്നത് ശരിയല്ല, ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതിനാണ് നമ്മൾ ഇറ്റ്സ് നോട്ട് പ്രോപ്പർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പ്രോപ്പർ ടു ബട്ട് ഇൻ അതർ പീപ്പിൾസ് കോൺവെർസേഷൻ. മറ്റുള്ളവരുടെ കോൺവെർസേഷനിൽ മറ്റുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നല്ലതല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബട്ട് ഇൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ 3-4 ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നതിനാണ് നമ്മൾ ബട്ട് ഇൻ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡോണ്ട് ബട്ട് ഇൻ എന്ന് പറയാം, ഇടയ്ക്ക് കയറി സംസാരിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇനി അവസാനത്തെ ലാസ്റ്റ് ഫ്രേസൽ വെർബാണ് കോൾ ഇൻ. കോൾ ഇൻ എന്ന് പറയുന്നത് എന്താ? കോൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കുക. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ വിളിച്ചറിയിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വിളിച്ചറിയിക്കുക, എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചറിയിക്കുക. ഫോർ എക്സാമ്പിൾ, രാഹുൽ കോൾഡ് ഇൻ സിക്ക് ടുഡേ. രാഹുൽ കോൾഡ് ഇൻ സിക്ക് ടുഡേ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് വരുന്നത്? രാഹുൽ ഇന്ന് വയ്യാന്ന് വിളിച്ച് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് ഇൻഫോം ചെയ്യുക. കൂടുതലായിട്ട് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് വിളിച്ച് അറിയിക്കുമ്പോഴാണ് നമ്മൾ കോൾഡ് ഇൻ അല്ലെങ്കിൽ കോൾ ഇൻ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് അറിയിച്ചു, പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് വിളിച്ച് അറിയിച്ചു എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൾ ഇൻ എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം വരില്ല എന്നുള്ള കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ കോൾഡ് ഇൻ സിക്ക് ടുഡേ വെച്ചാൽ എനിക്കിന്ന് വയ്യാന്ന് ഞാൻ വിളിച്ചറിയിച്ചു എന്ന് വെച്ചാൽ ഓഫീസിൽ വിളിച്ചറിയിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു വയ്യാഴിക ഉണ്ടെന്ന് നമ്മളെ വർക്കിംഗ് പ്ലേസിൽ വിളിച്ച് അറിയിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ കോളിൻ എന്ന് പറയുമ്പോൾ വിളിച്ചറിയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും എല്ലായിടത്തും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിലാണ് കൂടുതലും ഇത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 10 വാക്കുകളാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഫ്ലോലെസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഈ വാക്കുകളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും വാക്കുകളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ, ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.